ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് നോളജ് ബൂസ്റ്റർ സ്റ്റാർട്ട് ഇൻ ആ വേൾഡ്. അപ്പം ഞാൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് സി എസ് ഇ ബിയുടെ ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാനപ്പോൾ 2 ക്ലാസ് ഇട്ട് കഴിഞ്ഞു. സി എസ് ഇ ബിയുടെ കോമൺ ഏരിയാസ്, ചോദിക്കുന്ന ഏരിയാസ് ബാങ്കിങ്ങിൽ, അതാണ് ഇന്നലെ 2 ദിവസം മുന്നേ ക്ലാസ് ഇട്ടത്. പിന്നെ ബാങ്കിങ് സി എസ് ഇ ബിയിൽ ചോദിക്കുന്ന ടോപ്പിക്കുകൾ ഞാൻ വേറൊരു ക്ലാസ്സിലിട്ടിരുന്നു. അതിൻ്റെ 2ൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഞാൻ ഇന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മണി ലോണ്ടറിങ്. ബാങ്കിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് മണി ലോണ്ടറിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം, illegal process of making large amount of money generated by criminal activities such as drug trafficking or terrorist funding appear to have come from a legitimate source. നമുക്ക് ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ മണി ലോണ്ടറിങ്. ക്രിമിനൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് മണി ജനറേറ്റ് ചെയ്യണത്. ഡ്രഗ് ട്രാക്കിംഗ് ഓർ ടെററിസ്റ്റ് ഫണ്ടിങ് നല്ലൊരു ശരിക്കുള്ള ജെന്യൂൻ സോഴ്സിൽ നിന്നാണെന്നുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ മണി ലോണ്ടറിങ് നടക്കുന്നത്. അപ്പോൾ അതൊരു ഇല്ലീഗൽ പ്രോസസ്സാണ്. ഇല്ലീഗൽ പ്രോസസ് ഓഫ് മേക്കിംഗ് ലാർജ് എമൗണ്ട് ഓഫ് മണി ജനറേറ്റഡ് ബൈ ക്രിമിനൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഡ്രഗ് ട്രക്കിംഗ് ഓർ ടെററിസ്റ്റ് ഫണ്ടിങ് അപ്പിയർ ടു ഹാവ് കം ഫ്രം എ ലെജിറ്റിമേറ്റ് സോഴ്സ്. അപ്പോൾ മെയിനായിട്ട് ഈ മണി ലോണ്ടറിങ്ങിൽ വരുന്നത് PMLA എന്നുള്ളൊരു ആക്റ്റാണ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. അത് 2002 നിലവിൽ വന്നത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. PMLA ചിലപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കും. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002. അത് കം ടു ഫോഴ്സ് ആക്ട് ഉണ്ടായെങ്കിലും അത് കം ടു ഫോഴ്സ് നിലവിൽ വന്നത് 1 ജൂലൈ 2005. ഇതെപ്പോഴും എപ്പോഴും മിക്കവർക്കും തെറ്റുന്നതാണ്. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് അറിയണം. നിലവിൽ വന്നത് ചോദിക്കുമ്പോൾ 1 ജൂലൈ 2005 ആക്ട് ആയത് 2002. പിന്നെ അതോറിറ്റീസ് ദാറ്റ് ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് അണ്ടർ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഏതാണ്? ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ ആണ് ഇതിന് PMLA എന്നുള്ള ഒരു ആക്ടിനെ നിയന്ത്രിക്കുന്ന, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അതോറിറ്റി. പിന്നെ ഇംപ്രസൺമെൻറ്റ്, ഇത് ഈ മണി ലോണ്ടറിങ് ആക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഇംപ്രസൺമെൻറ്റാണ്. മിനിമം 3 വർഷം, മാക്സിമം 7 വർഷവും. 3 വർഷം തുടങ്ങി മാക്സിമം 7 വർഷം വരെ അതിനുള്ള ഫൈനും പിഴയും ഉണ്ടാവും. KYC ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് അണ്ടർ ദിസ് ആക്റ്റാണ്. അപ്പോൾ നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം, KYC ഗൈഡ് ലൈൻസ് ഏത് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്? ആൻറ്റി മണി ലോണ്ടറിങ് ആക്റ്റാണ്. ആൻറ്റി മണി ലോണ്ടറിങ് ആക്റ്റാണ്. KYC നമുക്കറിയാലോ, നോ യുവർ കസ്റ്റമർ. KYC ഗൈഡ് ലൈൻസിൻ്റെ സെക്ഷനാണ് സെക്ഷൻ 35A ഓഫ് സെക്ഷൻ 35A. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കറിയാം KYC എന്താണ്? നോ യുവർ കസ്റ്റമറാണ്. ഇത് എല്ലാവരുടെയും ബാങ്കിങ്ങിൽ നമുക്കറിയാലോ, നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ നടത്തുമ്പോൾ നമ്മൾ KYC ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ചില സമയത്ത്. എന്നാൽ മാത്രമാണ് നമുക്ക് അക്കൗണ്ട്സ് ട്രാൻസാക്ഷനൊക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ KYC എന്ന് വെച്ചാൽ നോ യുവർ കസ്റ്റമറാണ്. എഗെയിൻസ്റ്റ് ഫ്രോഡ്, കറപ്ഷൻ, മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ്. അതെന്തിനാണ് നടത്തുന്നത് വെച്ചാൽ പലതരത്തിലുള്ള ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ട്. എഗെയിൻസ്റ്റ് ഫ്രോഡ്, കറപ്ഷൻ, മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ്, അതിനൊക്കെ എതിരായിട്ടാണ് നമ്മൾ നോ യുവർ കസ്റ്റമർ, അതായത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് നോ യുവർ കസ്റ്റമർ. KYC പോളിസി ഇൻക്ലൂഡ്സ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഫിനാൻഷ്യൽ ഫ്രോഡ്, ടെററിസ്റ്റ് ഫിനാൻസിങ്, മണി ലോണ്ടറിങ്. അപ്പോൾ എന്തൊക്കെ KYCയിൽ നമ്മൾ പറയുന്നുണ്ട്? ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ ഫ്രോഡ് ഉണ്ട്, മണി ലോണ്ടറിങ് ഉണ്ട്, ടെററിസ്റ്റ് ഫിനാൻസിങ് ഉണ്ട്. ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഫിനാൻഷ്യൽ ഫ്രോഡ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഫിനാൻഷ്യൽ ഫ്രോഡ്, മണി ലോണ്ടറിങ്, ടെററിസ്റ്റ് ഫിനാൻസിങ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്, KYC പോളിസിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഫിനാൻഷ്യൽ ഫ്രോഡ്, മണി ലോണ്ടറിങ്, ടെററിസ്റ്റ് ഫിനാൻസിങ്, നോ യുവർ കസ്റ്റമർ. ഇതിൻ്റെ കീ എലമെൻറ്റ് എന്തൊക്കെയാണ്? നോ യുവർ കസ്റ്റമേഴ്സിൽ കുറേ കീ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസി, കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയർ, റിസ്ക് മാനേജ്മെൻറ്റ്, മോണിറ്ററിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസി, കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയർ, റിസ്ക് മാനേജ്മെൻറ്റ്, മോണിറ്ററിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ നോ യുവർ കസ്റ്റമറിൽ വരുന്നതാണ് കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസി, കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയർ, റിസ്ക് മാനേജ്മെൻറ്റ്, മോണിറ്ററിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസി എന്ന് വെച്ചാൽ
നോ അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഇൻ എനി അനോണിമസ്, ഫിക്റ്റീഷ്യസ് ഓർ ബിനാനി നെയിം. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നോ അക്കൗണ്ട് ഓപ്പൺ ഇൻ അനോണിമസ് ആയിട്ടുള്ള ഒറിജിനൽ ഇല്ലാത്ത ആൾക്കാർ, ഫിക്റ്റീഷ്യസ് ഇല്ലാത്തവർ ഒരു ബിനാമി നെയിമിൽ ഒരു അക്കൗണ്ടും നമ്മൾ ഓപ്പൺ ചെയ്തിടരുതെന്ന് ഉദ്ദേശിക്കുന്നതാണ് കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസി. നോ അക്കൗണ്ട് ഷാൽ ബി ഓപ്പൺഡ് വെർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അപ്ലൈ അപ്രോപ്രിയേറ്റ് CDD മെഷേഴ്സ് ഡ്യൂ ടു നോൺ കോപ്പറേഷൻ ഓർ നോൺ വാലിഡിറ്റി ഓഫ് ദ ഡോക്യുമെൻറ്റ്സ്. പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും വെരിഫിക്കേഷനും ഇല്ലാണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുതെന്ന് പറയുന്നതാണ് കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസി. No transaction or account-based relationship to be undertaken without following the customer due diligence procedure. അതായത് ഫുള്ളായിട്ടുള്ള അവരുടെ പ്രൊസീജിയർ, കസ്റ്റമർ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, അവരുടെ സിഗ്നേച്ചർ, അതൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് KYC ഗൈഡ്ലൈൻസ് നമ്മൾ അപ്രൂവ് ചെയ്യുള്ളൂ. Banks will classify the customer into various risk categories based on its risk perception. Risk can decide on acceptance criteria for opening the account of customer based on its പെർസീവ്ഡ് റിസ്ക്. കസ്റ്റമേഴ്സിനെ പലതരത്തിൽ ബാങ്ക്സ് കസ്റ്റമേഴ്സിനെ പല റിസ്ക് കാറ്റഗറീസിൽ അവർ ഓരോ റിസ്ക് പെർസെപ്ഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ KYC ഗൈഡ്ലൈൻസ് വെച്ചിട്ടാണ്. അതാണ് കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസിയിൽ വരുന്നത് മെയിനായിട്ട്. കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസിയിൽ എന്താണ്, ബിനാനി നെയിംസിലോ ഫിക്റ്റീഷ്യസ് നെയിംസിലോ അനോണിമസ് നെയിംസിലോ ഒന്നും വരരുത്. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത്. പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ ഇല്ലാണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത്. പ്രോപ്പർ ഡ്യൂ ഡെലിജൻസ്, അതായത് കസ്റ്റമേഴ്സിൻ്റെ ഡ്യൂ ഡെലിജൻസ് പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്തിരിക്കണം. പിന്നെ റിസ്ക് പെർസെപ്ഷൻ വെച്ചിട്ട് പല കസ്റ്റമേഴ്സിനെ പല ഡിവൈഡായിട്ട് കാറ്റഗറീസിൽ ഡിവൈഡ് ചെയ്യാം. അടുത്തത് കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയറാണ്. ഐഡൻറ്റിഫൈ ദ കസ്റ്റമർ ആൻഡ് വെരിഫൈ ഹിസ് ഓർ ഹെയർ ഐഡൻറ്റിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിലേറ്റബിൾ ഡോക്യുമെൻറ്റ്സ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ആധാർ കാർഡ് വെരിഫിക്കേഷൻ, ID കാർഡുകൾ വെച്ചിട്ട് നമ്മളുടെ കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയറാണ് അടുത്തതായിട്ട് KYCയിൽ വരുന്നത്. കസ്റ്റമർ ഡ്യൂ ഡിലിജൻസ് ഇസ് ടു ബി ഡൺ ഇൻ 2 years ഇൻ കേസ് ഓഫ് ഹൈ റിസ്ക് കസ്റ്റമേഴ്സ്, once in 8 years in case of medium customers and once in 10 years in case of low risk customers. നമുക്കറിയാലോ, അപ്പോൾ പലതരത്തിലുള്ള റിസ്ക് കാറ്റഗറീസ് വെച്ച് കസ്റ്റമേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ KYC ഗൈഡ്ലൈൻസ് അപ്രൂവ് ചെയ്യുന്നത്. അടുത്തത് റിസ്ക് മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ ഹൈ റിസ്ക് കസ്റ്റമേഴ്സിനാണെങ്കിൽ കസ്റ്റമർ ഡ്യൂ ഡെലിജൻസ് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുന്നത് 2 വർഷത്തിലാണ്. മീഡിയം റിസ്ക് ഉള്ളവരാണെങ്കിൽ 8 ഇയേഴ്സിലും, ലോ റിസ്ക് ആണെങ്കിൽ 10 വർഷത്തിലൊരിക്കലാണ് ഡ്യൂ ഡെലിജൻസ് ചെയ്യുന്നുള്ളൂ. അതായത് ഹൈ റിസ്ക് ആണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ അവരെ പ്രോപ്പർ വെരിഫിക്കേഷൻ നടന്നിരിക്കണം. മീഡിയം ആണെങ്കിൽ 8 വർഷത്തിനുള്ളിൽ നടന്നാൽ മതി. 10 വർഷത്തിനുള്ളിലാണ് ലോ റിസ്ക് കാറ്റഗറീസിൽ വേണ്ടുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് മോണിറ്ററിങ് ഓഫ് ട്രാൻസാക്ഷൻ, അവരുടെ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം പ്രോപ്പർ വെരിഫിക്കേഷൻ വെച്ചിട്ട്. അതായത് KYC ഗൈഡ്ലൈൻസ് എന്ന് വെച്ചാൽ കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസി ഉണ്ട്, കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയർ ഉണ്ട്, റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട്, മോണിറ്ററിങ് ഓഫ് ട്രാൻസാക്ഷൻ, ഇതൊക്കെ വരുന്നതാണ് KYC ഗൈഡ്ലൈൻസ്. അപ്പോൾ ഇതെന്താ പറഞ്ഞത്, മണി ലോണ്ടറിങ് ആണ്. മണി ലോണ്ടറിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലേസ്മെൻറ്റ്, ലോണ്ടറിങ്, ഇൻറ്റഗ്രേഷൻ എന്നുള്ളൊരിതാണ് ഇതിൽ വരുന്നത്. ഇല്ലീഗൽ പ്രോസസ് ഓഫ് മേക്കിംഗ് ലാർജ് എമൗണ്ട് ഓഫ് മണി ജനറേറ്റഡ് ബൈ ക്രിമിനൽ ആക്ടിവിറ്റീസ് സച്ച് എസ് ഡ്രഗ് ആൻഡ് ഓർ ടെററിസ്റ്റ് ഫണ്ടിങ് അപ്പിയർ ടു കം ഫ്രം എ ലെജിറ്റിമേറ്റ് സോഴ്സ്. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ PMLA എന്നുള്ള ആ ഒരു ആക്റ്റാണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 1 ജൂലൈ 2005 നിലവിൽ വന്നത്. 3 വർഷം തുടങ്ങി 7 വർഷം വരെ അതിൻ്റെ ഇത് കിട്ടും, ബെയിൽമെൻറ്റ് കിട്ടും. ഇല്ലീഗൽ പ്രോസസ്സായിട്ടുള്ള ഒരു ആക്റ്റാണ് മണി ലോണ്ടറിങ്. ഇതിൽ KYC ഗൈഡ്ലൈൻസ് കടന്നു വരുന്നത് പോലും ആൻറ്റി മണി ലോണ്ടറിങ് ആക്ടിൻ്റെ ഗൈഡ്ലൈൻസിൽ വെച്ചിട്ടാണ്. KYC എന്ന് വെച്ചാൽ കസ്റ്റമർ നോ യുവർ കസ്റ്റമറാണ്. ആ നോ യുവർ കസ്റ്റമറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസി, കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയർ, റിസ്ക് മാനേജ്മെൻറ്റ്, മോണിറ്ററിങ് ഓഫ് ട്രാൻസാക്ഷൻസ്. നമ്മൾ പറഞ്ഞ പോലെ ഹൈ റിസ്കിന് ഫ്രഷ് KYC ഡോക്യുമെൻറ്റ്സ് വേണം. അത് 2 വർഷത്തിനുള്ളിൽ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം ബാങ്കിൻ്റെ അതോറിറ്റീസ്. മീഡിയം റിസ്ക് ആണെങ്കിൽ 8 വർഷം കൊണ്ടും, ലോ റിസ്ക് ആണെങ്കിൽ 10 വർഷം കൊണ്ടും. അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഫോളോ ചെയ്യണം. നമ്മളത് എന്നാൽ മാത്രമാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അവിടെ KYC ഡോക്യുമെൻറ്റ്സൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അവർ ചെക്ക് ചെയ്തിട്ടാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരു അക്കൗണ്ട്, നമ്മളിപ്പോൾ ചില സമയത്ത് നമുക്ക് മൊബൈലിൽ മെസ്സേജ് വരും, നമുക്ക് ATM ട്രാൻസാക്ഷൻ നടത്താൻ കഴിയില്ല, നമ്മുടെ KYC ഡോക്യുമെൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞ്. കാരണം 2 വർഷത്തിനുള്ളിലോ 10 വർഷത്തിനുള്ളിൽ 8 വർഷത്തിനുള്ളിലോ ഒക്കെ അവർ നമ്മളെ ഏത് കാറ്റഗറീസ് ഓഫ് റിസ്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഡ്യൂ ഡിലിജൻസ് പ്രൊസീജിയർ നടത്തുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് KYC. കാരണം എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഫ്രോഡും ബിനാമി ഇടപാടുകളൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് മണി ലോണ്ടറിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ബാങ്കിങ്ങിൽ വരുന്നതാണ്.
മണി ലോണ്ടറിങ് എന്ന് പറയുന്നതിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റും അതൊക്കെ ഇമ്പോർട്ടൻ്റ് KYC ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്ത ക്ലാസ് മണി ലോണ്ടറിങ്ങിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ എൻ്റർ ചെയ്യണം. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. ആകെ കുറച്ച് സമയമാണ് ഞാൻ വീഡിയോ ഇടുന്നുള്ളൂ. അത് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. നേരത്തെയുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ കാണാൻ ശ്രമിക്കണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ ഉടൻ തന്നെ ഞാൻ ഇതിൻ്റെ ഫോളോയിങ്സ് ആയിട്ട് വരാം. ബാങ്കിങ് ആണ് മെയിനായിട്ട് ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്.